തൈമിയ നബിദിനാഘോഷത്തിന് കൂലി കിട്ടുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെ പറയരുത്. ഇബ്നു തൈമിയ പറഞ്ഞെന്താ, ലാ അലൽ ബിദ്അഇ, ഈ ബിദ്അത്തിന് കൂലി കിട്ടൂലാന്ന. ഈ ബിദ്അത്തിന് കൂലി കിട്ടൂല. പിന്നെ ചെയ്യുന്ന ചില മനുഷ്യന്മാർ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്, ആ സ്നേഹത്തിന് കൂലിട്ടും ഈ ബിദ്അത്തിന് കൂലിട്ടൂലാന്ന. ആ സ്നേഹത്തിന് കൂലിട്ടും ഈ ബിദ്അത്തിന് കൂലിട്ടൂല. ഇത് അത്രയും സമയങ്ങൾ കോട്ടിമാട്ടിയത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞപ്പോ എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു നല്ല ഉദ്ദേശം വെച്ചാണ്ട് ഒരു ഹറാമ് ചെയ്ത് അതിന് കൂലിട്ടുന്ന ഇബ്നു തൈമിയ പറഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കണം. പോയി പറഞ്ഞ പെടല് ഇവർ പറഞ്ഞ എന്താ, ഇത് ഹറാമാണ്, വിദേഹത്താണ്, നരകത്തിൽ ചാടിക്കുന്നതാണ്, നിഷിദ്ധാണ് എന്ന്. ഇബ്നു തൈമിയ പറഞ്ഞതോ, ഈ ഒരു ഹറാമായ ഒരു കാര്യത്തിന്റെ ബേക്കിൽ നല്ല ഉദ്ദേശം ഉണ്ടായി അതിന് കൂലിട്ടുന്നാ പറഞ്ഞത് എന്ന്. ഇത് എത്താ മൗലവി, നിങ്ങൾ ഇബ്നു തൈമിയൊക്കെ തീരെ തലച്ചോറില്ലെന്നാ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ നേതാക്കന്മാർക്കും സ്ഥിരത ഇല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞ എന്താ, നേരത്തെ ലാലൽ ബിദഅ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ 40 വരെ അപ്പുറത്തുള്ളതാ വായിച്ചത്. ഏത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലാലൽ ബിദഅ എന്ന് ഒരിക്കൽ വായിച്ച് പിന്നെ വിട്ടുപോയ ആ സാധനം അത് ഇപ്പോഴാ വായിക്കണത്. കാരണം എന്താ, ഇപ്പൊ 4 മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് നമുക്ക് ചോദിക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ട്, ഇനി നമ്മൾ വല്ലാതെ കൂടൂല എന്നുള്ളതുകൊണ്ട് ആ പൂരൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഫൈസൽ മൗലവി, ഇവിടെ നിങ്ങൾ ആയത്തോതി ഹദീസ് ഓതി